ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇന്നും വേർഡ് ഓഫ് ദി ഡേയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അറിയാലോ, നമ്മുടെ 5 മിനിറ്റ് ചാലഞ്ച് ആണ്. അതായത് ഒരു ദിവസം ഒരു വാക്ക് പഠിക്കും. ഏത് വാക്കാ? ഇംഗ്ലീഷ് വാക്ക്. അതിൻ്റെ തന്നെ മലയാളം മീനിങ്, ഹിന്ദി മീനിങ്, എല്ലാ കാര്യങ്ങളും പഠിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ പ്രയോഗം, പിന്നെ അത് വെച്ചുള്ള ആക്ടിവിറ്റി, ഇതെല്ലാം. ഓക്കെ. ഇന്നത്തെ വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ എ ആണ് കേട്ടോ. എ. ഗസ് ചെയ്യണേ എന്താണ് എന്നുള്ളത്. എ. അടുത്തത് ഡാഷ്. അടുത്തത് ആർ ഡാഷ് ഇ. എന്തായിരിക്കാം ഇന്നത്തെ നമ്മുടെ വാക്ക്? എന്തായിരിക്കാം ഇന്നത്തേത്? കിട്ടിയോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എ ജി ആർ ഇ ഇ. എങ്ങനെയാ വായിക്കുക? എന്താണ് നിങ്ങൾ വായിച്ചത്? ഒന്ന് പറഞ്ഞേ. എ ജി ആർ ഇ ഇ. എഗ്രി. എങ്ങനെയാ വായിച്ചത്? എഗ്രി. എങ്ങനെയാണ്? എഗ്രി. മനസ്സിലായോ? എഗ്രി. എഗ്രി. എഗ്രി എന്നുള്ളതിൻ്റെ മലയാളം അർത്ഥമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മലയാളം അർത്ഥം അംഗീകരിക്കുക. എന്താണ്? അംഗീകരിക്കുക. 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 ഓക്കെ. അപ്പോൾ ഇതാണ് എഗ്രി എന്നുള്ളതിൻ്റെ മലയാള അർത്ഥം. എഗ്രി, അംഗീകരിക്കുക. ഇനി ഹിന്ദി അർത്ഥത്തിലേക്ക് പോയാലോ? ഓക്കെ. ഹിന്ദി അർത്ഥം സെഹമത്. ഹിന്ദി അർത്ഥമാണ് സ ഹ മ ത ഹോന. സെഹമത് ഹോന. ഓക്കെ. അപ്പോൾ മലയാള അർത്ഥം മനസ്സിലായി, ഹിന്ദി അർത്ഥം മനസ്സിലായി. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് ഈ എഗ്രി എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഈ വേർഡ് ഓഫ് ദി ഡേ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ നിത്യേന ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതുവാനും ഒക്കെ ഉപകരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെഷൻ തന്നെ പ്ലാൻ ചെയ്തത്, ഇങ്ങനൊരു ക്ലാസ് തന്നെ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എഗ്രി. ഐ എഗ്രി ടു സിറ്റ്. I agree to sit. ഞാൻ ഇരിക്കുവാൻ സമ്മതിച്ചു. I agree to sit. ഞാൻ ഇരിക്കുവാൻ സമ്മതിച്ചു. അപ്പോൾ സമ്മതിക്കുക എന്നുള്ളതും എഗ്രി എന്നാണ് കേട്ടോ. എഗ്രി ഉപയോഗിക്കാം. I agree to sit. ഞാൻ ഇരിക്കുവാൻ സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ അംഗീകരിക്കുക, സമ്മതിക്കുക, ഇതിലൊക്കെ നമുക്ക് എഗ്രി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഒന്നും കൂടെ വേറെ ഒരെണ്ണം. ഞാൻ പഠിക്കുവാൻ സമ്മതിച്ചു. ഞാൻ പഠിക്കുവാൻ സമ്മതിച്ചു. എങ്ങനെ എഴുതും? ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയോ? ഐ ഡാഷ് ടു സ്റ്റഡി. എന്താണ് ഡാഷിൽ ഫിൽ ചെയ്തത്? അതെ, എഗ്രി ആണല്ലേ. എഗ്രി, കറക്റ്റ്. ഓക്കെ. ഐ എഗ്രി ടു സ്റ്റഡി. ഐ ഇവിടെ എന്ത് വരും? എഗ്രി വരും. എ ജി ആർ ഇ ഇ. എഗ്രി. ഐ എഗ്രി ടു സ്റ്റഡി. ഞാൻ പഠിക്കുവാൻ സമ്മതിച്ചു. എഗ്രീൻ്റെ വേറൊരു അർത്ഥവുമാണ് എന്താണ്? സമ്മതിക്കുക. സമ്മതം. സമ്മതം. ഓക്കെ. പിടി കിട്ടിയല്ലോ. അപ്പോൾ അതിനും നമുക്ക് എഗ്രി എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഹോംവർക്കാണ് അടുത്ത് തരാൻ പോകുന്നത്. ഞാൻ ഡാൻസ് ചെയ്യുവാൻ തയ്യാറാണ്. ഞാൻ ഡാൻസ് ചെയ്യുവാൻ, അതായത് നൃത്തം ചെയ്യുവാൻ തയ്യാറാണ്. എങ്ങനെ എഴുതും? പറയൂ. കമൻറ്റിലൂടെയാണ് പറയേണ്ടത് കേട്ടോ. ഞാൻ അവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ എഗ്രി എന്നുള്ളത് മനസ്സിലായല്ലോ. എഗ്രി, സമ്മതം അല്ലെങ്കിൽ അംഗീകരിക്കുക.
പിന്നെന്താണ് സെഹമത് ഹോന. ഇത്രയും പിടി കിട്ടിയല്ലോ. ഓക്കെ, നമുക്കിനി നാളെ കാണാം കേട്ടോ. ബൈ.